fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I എല്ലാവർക്കും നമസ്കാരം. രാവിലെ സ്റ്റാൻഡിൽ ഓട്ടം ഒന്നും ഇല്ലായിരുന്നു, അങ്ങനെ വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മളൊരു ഹിന്ദിക്കാരൻ പയ്യെ വന്ന് ഒരു ഓട്ടം വിളിച്ചു വിതിര. അങ്ങനെ രാവിലെ സ്റ്റാൻഡ് ചെയ്യുന്നപ്പോൾ ആകെ 200 രൂപയ്ക്ക് ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പയ്യെ ഒന്ന് തിരക്കേടില്ലാത്തൊരു ഓട്ടം തന്നു. അപ്പം സന്തോഷം. പിന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യണ കാര്യം വേറെ ഒന്നുമല്ല, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് 1-2 വെറൈറ്റി സ്ഥലങ്ങൾ കണ്ടേ കേട്ടോ. അത് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തിരിക്കാം, അതായത് വിതുര ടു വെമ്പായ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് 1-2 നല്ല കാഴ്ചകളുണ്ട്, ആ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇതുപോലെയൊക്കെ ഓട്ടം വന്നിട്ട് അത്യാവശ്യം ഇതുപോലെ ഒരു ലോങ് ഓട്ടമൊക്കെ വന്നിട്ട് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ചായക്കടയിലൊക്കെ ഇറങ്ങി ഒരു ചായയും ചെറിയൊരു കടിയൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നല്ലൊരു രസമാണ്. അപ്പോൾ അതുപോലത്തെ ചെറിയൊരു യാത്ര, അതായത് വിതുര ടു വെമ്പായ നമ്മൾ സ്റ്റാൻഡിലോട്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ചെറിയ 1-2 കാഴ്ചകൾ, നല്ല അടിപൊളി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അയ്യോ, ക്യാമറ താഴെ പോയി. അപ്പോൾ ഇനി വീഡിയോ എടുക്കുന്നില്ല, കാര്യം വണ്ടി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാഴ്ചകളുള്ള സ്ഥലം എത്തുമ്പം നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ അതുവരെ വീഡിയോ സ്റ്റോപ്പ്. അത് എടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണ നമുക്ക് ഇവിടെ സ്റ്റാൻഡിൽ കിടക്കാൻ നേരത്ത് 30-40 കൂടി പോയാൽ 50 അങ്ങനെയൊക്കെയല്ലേ ഓട്ടം കിട്ടാറുള്ളൂ. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് ഇതുപോലെയുള്ള ലോങ് ഓട്ടങ്ങളൊക്കെ കിട്ടാറ്. ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് ഒരു ബയ്യ. അയ്യോ, ക്യാമറ താഴെ പോയി. നമ്മുടെ റോഡ് സൈഡിൽ മറ്റേ ടീഷർട്ട് അങ്ങനെയൊക്കെയുള്ള കച്ചവടം. ഇതൊരു അത്യാവശ്യം ഒരു വെറൈറ്റി സ്ഥലം കണ്ട, ചെറിയൊരു പൂന്തോട്ടമൊക്കെ ആയിട്ട്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുന്ന സ്ഥലം നല്ല രസമാണ് കേട്ടോ. ക്യാമറയിൽ നോക്കാൻ പറ്റില്ല, കാര്യം ഞാൻ പതിയാണ് പോകുന്നത്. ഇവിടെ വലിയ തിരക്കില്ലാത്തൊരു സ്ഥലം, എന്നാലും നമ്മൾ അങ്ങനെ ശ്രദ്ധയില്ലാതെ ഓടിച്ചുവിടല്ലേ, അതുകൊണ്ട് ക്യാമറയിൽ നോക്കുന്നില്ല. അപ്പോൾ അത് പറഞ്ഞു വന്ന കാര്യം വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഈ വെമ്പായത്തു നിന്ന് ഈ നെടുമങ്ങാട് കഴിഞ്ഞ് നമ്മൾ ഈ വിതുര വരുന്ന റൂട്ടുണ്ടല്ലോ, ഈ റൂട്ട് നല്ല രസമാണ്. ഈ യാത്ര ചെയ്ത് വരുന്ന വഴി 2 സൈഡും കാഴ്ചകളും ഈ എന്താ പറയുക, ചെറിയൊരു വനയാത്ര അങ്ങനെയൊക്കെയുള്ള ഒരു റോഡാണ്. വന്നിട്ടുള്ളവർക്കറിയാം, നല്ല അടിപൊളി ഒരു രസമുള്ളൊരു റോഡാണ്. അപ്പോഴും ഇതുവഴി വരുന്ന വഴിക്ക് 1-2 നല്ല കാഴ്ചകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. ഓരോരോ കാഴ്ചകളായിട്ട് നമുക്ക് കാണാം. ഓക്കെ. കൂടുതൽ വണ്ടി ഓടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല, അതത്ര നല്ലതിനല്ല, നോൺ സേഫ്റ്റി ഉണ്ട്. ഇതൊരു വെറൈറ്റി സ്ഥലമല്ലേ, നല്ല രസമുണ്ട്. പിന്നെ ഇങ്ങോട്ട് നോക്കൂ, ടൈം കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അപ്പം ഇനി അടുത്ത സ്ഥലം പോവാം. സ്ഥലം ഇരുതല മൂല എന്ന് പറയുന്ന ജംഗ്ഷനാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ കാണുന്ന റോഡ് കണ്ട, ഈ റോഡ് കറക്റ്റ് പോകുന്ന ഒരു അടിപൊളി ഒരു വനമേഖല ഒരു സ്ഥലമാണ്. ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ പേര് എന്തോ ഒരു സ്ഥലമാണ്, ഞാനത് മറന്നുപോയി. ഈ വെച്ച് പിടിച്ചാൽ നല്ല അടിപൊളി ഒരു റോഡാണ്. അങ്ങോട്ട് ഒരിക്കൽ നമുക്ക് പോയി ഒരു വീഡിയോ ചെയ്യണം, അത് കുറേ നാളുടെ ഒരു പ്ലാനിങ് ആണ്. കാണിച്ചതിനെ വേണ്ടി നിർത്തിയതാണ് ഇരുതല മൂല ജംഗ്ഷൻ. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഈ സ്ഥലത്ത് എത്തിയേട്ടാ, വെറൈറ്റി സ്ഥലം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു കേട്ടാ. അപ്പോൾ അതോട് തിരിച്ച് വരുന്ന വഴിക്ക് ഉറപ്പായിട്ട് അത് കാണണമെന്ന് എനിക്ക് കാണിച്ചു തരണമെന്ന് തോന്നി. ഇനി ഞാനും കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരണം തോന്നി. അങ്ങനെ വന്ന് എടുത്തതാണ്. വേണ്ട ബാക്കിലേ വേണ്ട, ഞാൻ ക്യാമറ തിരിച്ച് കാണിച്ചു. അടിപൊളിയല്ലേ. ഇത് ഈ പൂവിൻ്റെ പേരെന്താ, നമ്മളെ ജമന്തി. അടിപൊളിയല്ലേ, നല്ല രസമുണ്ട്. ഇത് കച്ചവടത്തിന് നിർത്തിയേക്കണതാണ് അല്ലേ എന്തിനാണ് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നല്ല രസമുണ്ട്. അതുകൊണ്ട് ഇവിടെ അങ്ങ് അറ്റം വരെ ഉണ്ട്. അതുകൊണ്ട് വേണ്ട നല്ല വെറൈറ്റി. ഇടയ്ക്ക് എന്തൊരു ബോർഡൊക്കെ കുത്തി വെച്ചേക്കണം, എന്തിനാണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാ. ചോദിച്ച് നോക്കാം കേട്ടോ, കച്ചവടത്തിനാണ് എന്താണെന്ന് ഒന്ന് ചോദിച്ചില്ല. ചെറിയൊരു ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചേക്കണം. ജമന്തി കൃഷി വിളവെടുപ്പ്. ജമന്തി കൃഷിയുടെ വിളവെടുപ്പ് നമ്മളെ കണ്ട ജംഗ്ഷനില്ലേ, അതിൻ്റെ തൊട്ടടുത്ത് ഉള്ള ഒരു സ്ഥലമാണ്. വേണ്ട നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നാൽ കാണാം, നല്ല അടിപൊളിയുണ്ട്.
അപ്പോൾ വീട്ടിൽ യാത്ര തുടങ്ങാം. അതെ ഒരു വെറൈറ്റി കാഴ്ചയാണ് കേട്ടോ. നമ്മൾ തൊളിക്കോട് ജംഗ്ഷനിൽ ഒരു പള്ളി കാണിച്ചു തരാം. ഒരു വെറൈറ്റി പള്ളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെയുണ്ട്, നല്ല കടുപ്പുള്ള ഒരു അടിപൊളി ഒരു പള്ളി. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചായക്കട എത്തി. ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓട്ടം വന്നപ്പോഴേ ഈ കട നോക്കി വെച്ചിട്ട് പോയതാണ്. ഇഷ്ടംപോലെ എണ്ണ പലഹാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ കട തന്നെ ഞാൻ ചൂസ് ചെയ്തത്. ആ വണ്ടി അവിടെ കിടപ്പുണ്ട്, അവിടെ നമുക്ക് കയറി ചായ കുടിക്കും. എന്തൊക്കെ കടി ഉണ്ടെന്ന് പറ്റുമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വീഡിയോ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന ചെറിയൊരു സർപ്രൈസ് ആയിരിക്കും. ഓക്കെ, അപ്പം കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ചായ കുടിച്ചിട്ട് എണ്ണ പലഹാരം എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ചേട്ടാ, ഒരു മീഡിയം ചായ. മാമി ഒരു മുട്ട ബജിയും കന്ന്. ഇഷ്ടംപോലെ എണ്ണ പലഹാരം ഉണ്ട് ചേട്ടാ. മുട്ട ബജി, വാഴക്കപ്പം, അങ്ങനെ. ഞാൻ മുട്ട ബജിയാണ് പറഞ്ഞത്. ആഹാ, കൊള്ളാം. അത് ഏറ്റവും രസം എന്താണെന്ന് പറയാം, നമ്മൾ അടുത്ത് ഏതെങ്കിലും ഒരു ചായക്കടയിൽ ചെന്ന് ഒരു ചായ കുടിക്കണ കാര്യം ടേസ്റ്റ് കൂടുതലാണ്. ഇതുപോലെ ഒരു ഓട്ടോ ഒക്കെ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇതുപോലെ റോഡ് സൈഡിൽ ഒരു ചായക്കടയിൽ നിന്ന് നിർത്തി ചായ കുടിക്കണത് ഒരു വെറൈറ്റി. ചായ കുടിക്കണം. വെറൈറ്റിയാണ് കേട്ടോ. അകത്ത് മസാലയൊക്കെ വെച്ചേക്കണം, നല്ല ടേസ്റ്റുണ്ട്. അയ്യോ, വെറുതെ ഇല്ല കേട്ടോ, നല്ല ടേസ്റ്റുണ്ട്. അകത്ത് ആ മസാലയൊക്കെ വെച്ചപ്പം നല്ല ടേസ്റ്റുണ്ട്. ഒന്നുകൂടെ കഴിക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പറയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. സാധാരണക്കാരനായ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. സ്റ്റാൻഡിലെത്തിയപ്പോഴായിരുന്നു ഏറ്റവും വലിയ സർപ്രൈസ്. അതിനിടയ്ക്ക് വേറൊരു കാര്യം, നമ്മൾ എവിടെയൊക്കെ തന്നെ ഓട്ടം പോയാലേ തിരിച്ച് നമ്മളെ നാട്ടിൽ, അതായത് നമ്മളെ സ്റ്റാൻഡിൽ എത്തുമ്പോഴേ നമുക്കൊരു സമാധാനം കിട്ടും. അപ്പോൾ അതുപോലെ തിരിച്ചെത്തിയപ്പോൾ കിട്ടിയൊരു സർപ്രൈസ് കാണട്ടെ, കാണിച്ചത്. ഫ്രണ്ട്സ്, അങ്ങ് അറ്റം വരെ വണ്ടിയായി. കാണാണ്ട, അങ്ങ് അറ്റം വരെ വണ്ടിയായി. വരുന്ന വഴിക്ക് ഒന്ന് രണ്ട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ, ആ വരുന്ന റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാൻ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓട്ടോ എടുക്കാത്ത ദിവസമാണെങ്കിലും വേണ്ടില്ല. ഇന്ന് വണ്ടി എടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം കറക്റ്റ് 4-5 മണി സമയം, നല്ല ഓട്ടം കിട്ടുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് സമയം പാഴാക്കാതെ നേരത്തെ ഓടി പോകുന്നത്. നമുക്ക് അടുത്തൊരു പ്രാവശ്യം എന്തെങ്കിലും അതുവഴി പോകാൻ നേരത്ത് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴും നല്ല ഓട്ടം കിട്ടുന്ന സമയമാണ്, അതുകൊണ്ടാണ് ഓടിപ്പടിച്ചും കൂടെ വന്നത്. ഇപ്പം വന്ന് നോക്കിയപ്പോൾ അത് അതിനേക്കാളും സർപ്രൈസ്, ഇങ്ങ് അറ്റം വരെ വണ്ടിയായി. അപ്പോൾ ശരി, എല്ലാം പറഞ്ഞ പോലെ.